ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്. ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ ധാരാളമുണ്ടെങ്കിലും ഈ ദിക്ർ അവസാനം ആയിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദ്കാറിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് കാണാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഇദാ അതൈത മൽജഅക, നീ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണെങ്കിൽ, ഫതവല്ല വുളൂഅക ലിസ്സലാഹ്, നിസ്കാരത്തിന് വേണ്ടി നീ എങ്ങനെ വുളു എടുക്കുന്നുവോ അതുപോലെ നീ ആദ്യം വുളു എടുക്കണം. സുമ്മ ഇൽതജഅ അലാ ശിഖ്ഖികൽ ഐമൻ, പിന്നെ വലഭാഗത്തേക്ക് നീ ചെരിഞ്ഞ് കിടക്കുകയും വേണം. വഖുൽ, എന്നിട്ട് നീ പറയണം. എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ളഹ്രി ഇലൈക് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വനബിയ്യിക അല്ലദീ അർസൽത എന്ന് നീ ചൊല്ലിക്കഴിഞ്ഞാൽ ഫഇൻ മിത്ത അലൽ ഫിത്ര, എങ്ങാനും നീ ആ ഉറക്കത്തിൽ മരിക്കുകയാണെങ്കിൽ നീ പൂർണ്ണ തൗഹീദോടെ ആയിരിക്കും നീ മരിക്കുന്നത്. വജ്അൽഹുന്ന ആഖിറ മാ തഖൂൽ, ഇത് നീ അവസാനമായിക്കോട്ടെ, ഉറങ്ങുമ്പോൾ നിൻ്റെ അവസാനത്തെ വാചകങ്ങൾ ഇതായിക്കോട്ടെ. അർത്ഥം, അല്ലാഹുമ്മ പടച്ചവനെ, അസ്ലംതു നഫ്സി ഇലൈക്, എൻ്റെ മുഴുവനും ഞാൻ നിനക്കിതാ സമർപ്പിച്ചിട്ടുണ്ട് റബ്ബേ. വഫവ്വൽതു അംരി ഇലൈക്, പടച്ചവനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വഅൽജഅതു ളഹ്രി ഇലൈക്, മാത്രമല്ല നിന്നിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് ഞാനിതാ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക്, നിന്നെ പേടിച്ചുകൊണ്ടും അതേ സമയത്തും നിന്നിൽ ഒരുപാട് ആഗ്രഹം ഉള്ള സ്ഥിതിയിൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നാം പേടിക്കുകയും വേണം, അതേസമയം അള്ളാഹുവിൽ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ, ആശ ഉണ്ടാകുകയും വേണം. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, എന്നെ രക്ഷപ്പെടുത്താൻ ഒരു അഭയകേന്ദ്രവുമില്ല, നീയല്ലാതെ ആരുമില്ല. പ്രത്യേകിച്ചും രാത്രി കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉറങ്ങിയതിന് ശേഷം അപകടം വരുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായേക്കാം. വീട്, സ്വത്ത്, കുട്ടികൾ, അവകളെയൊക്കെ നാം ഉറങ്ങുമ്പോൾ അവകളെ സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ദുആ ചെയ്യുന്നത്, പടച്ചവനെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ കാര്യവും എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീയാണ് എൻ്റെ അഭയം. ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത, നീ ഇറക്കിയ ഗ്രന്ഥം ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ട്. വനബിയ്യിക അല്ലദീ അർസൽത, നീ അയച്ച നിൻ്റെ പ്രവാചകരും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ട്. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടായിരിക്കണം രാത്രി ഉറങ്ങേണ്ടത്. അങ്ങനെ രാത്രി ഉറങ്ങിയാൽ അദ്ദേഹം ആ ഉറക്കത്തിൽ മരണപ്പെടുകയും ചെയ്താൽ അവൻ തൗഹീദോടെ, ഈമാനോടെ മരിക്കുന്നതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു.